റെയിൽവേ എക്സാംസ് ജൂണിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമോ ജൂലൈയിൽ വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കമൻറ്റുകൾ പലപ്പോഴും വന്നപ്പോൾ ഞാനൊക്കെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജൂലൈയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കമൻസുകൾ കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ എക്സാംസുകൾ അതെപ്പം വരും എന്നുള്ളൊരു അൺസർട്ടനിറ്റി കാരണം കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്നില്ല. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഒരിക്കൽ കൂടി ചെയ്യുന്നത്. അതായത് ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല. എന്നാൽ റെയിൽവേ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതായത് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അത് ഇലക്ട്രിക്കലിലും മെക്കാനിക്കലിലും സിവിലിലും ECയിലും കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ടെക്നിക്കലുള്ള ഏറ്റവും മികച്ച അവസരമാണ് റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഇനിയും വരില്ലേ എന്ന് കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നത് 30/7/2024 അതായത് ജൂലൈ 30 കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. ഓഗസ്റ്റ് 29 വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ജൂലൈ 30 കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ജൂലൈയിൽ തന്നെ ഒരുപക്ഷെ വന്നേക്കാം. ഇനി അതല്ല ജൂലൈയിൽ വന്നിട്ടില്ലെങ്കിൽ ഓഗസ്റ്റിൽ വരും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഇത് ഞാനിപ്പോഴും പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതിൻ്റെ RRBയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും ഞാൻ ഇത് ഓഗസ്റ്റിൽ വരാൻ പോകുന്നു, ഓഗസ്റ്റിൽ വരും എന്നൊന്നും പറഞ്ഞ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും അവെയർ ആക്കാനാണ്. അതായത് റെയിൽവേ എക്സാംസ് എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അത് ഈ പറഞ്ഞിരിക്കുന്ന ജൂലൈ ലാസ്റ്റിലോ ഓഗസ്റ്റിലോ വരും, കൺഫേം ആണ്, അതിൽ യാതൊരു സംശയമില്ല. കാര്യം ഞാനിത് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ ബേസ്ഡ് അല്ല ഞാൻ പറയുന്നത്. ഈ ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 30/7. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജൂലൈ 30 ശേഷം ഏതൊരു ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്തുകൊണ്ട് റെയിൽവേ എക്സാം ജൂലൈ ഓഗസ്റ്റിൽ വരും എന്ന് പറയാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. റെയിൽവേയുടെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആനുവൽ കലണ്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ RRBയുടെ നോട്ടിഫിക്കേഷൻ വരും. അതിൽ തന്നെ പ്രപ്പോസൽ ഫോർ ഡ്രാഫ്റ്റ് CN എന്ന് പറയുന്നത് ജൂണിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജൂണിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡ്രാഫ്റ്റിൻ്റെ പ്രിന്റ് നമുക്ക് കിട്ടിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. ഒരുപക്ഷെ അത് പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജൂലൈ സെപ്റ്റംബർ എന്ന് പറയുന്ന മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞതിൽ ജൂലൈയിൽ ഇപ്പോൾ ഈ മാസം ഇപ്പോൾ കഴിയാനായിട്ടുണ്ട്. ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് നമുക്ക് മുന്നിലുള്ളത്. ഇനി നിങ്ങൾ ഒരു പക്ഷേ ഓഗസ്റ്റിൽ വരും എന്നുള്ളത് ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും മേ ബി സെപ്റ്റംബറിലേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് കമൻ്റ് ഒന്നും ചെയ്യരുത്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നിലുള്ള അവൈലബിൾ ഡേറ്റ എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ ആണ്. അതുകൊണ്ട് സെപ്റ്റംബറിലേക്ക് പോയാലും യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ നിങ്ങൾ ഈ സെപ്റ്റംബറിൽ പഠിച്ചു തുടങ്ങിയാൽ മതിയോ? ഇനി ആ ഒരു ചോദ്യം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ റെയിൽവേ എക്സാംസുകൾക്ക് വേണ്ടി പഠിച്ചു തുടങ്ങേണ്ടത് സെപ്റ്റംബറിലാണോ എന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അതിൻ്റെ ഒരു ഡേഞ്ചർ സൈഡ് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. അതായത് RRBയുടെ എക്സാംസ് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ജൂലൈയിലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ RRBയുടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ജൂലൈ 30 വന്നിട്ട് ഓഗസ്റ്റ് 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 29 എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞു. പിന്നെ നമുക്ക് മുന്നിലുള്ളത് എക്സാമിൻ്റെ ഇടയിൽ എത്ര മാസങ്ങളാണ് വന്ന് നിങ്ങൾ നോക്കി. എക്സാം CBT 1 കണ്ടക്ട് ചെയ്തത് ഡിസംബർ 16, 17, 18 തീയതികളിലാണ് ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതായത് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അതായത് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിട്ട് വെറും 3-3.5 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, CBT 1 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണ് നഷ്ടപ്പെടുന്നത്. അതായത് ഒരു ടെക്നിക്കൽ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാമാണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം. അതുകൊണ്ട് തന്നെ ഈ ഒരു 3.5 മാസം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല എന്താ പറയുക നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ആളുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകളാണ്. നമ്മൾ അവരുമായിട്ടും കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ പിന്നോട്ടാക്കരുത്. CBT 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിലാണ്. അവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് CBT 1ൻ്റെയും CBT 2ൻ്റെയും ടോപ്പിക്ക് പഠിക്കാൻ വരുന്ന ഏപ്രിൽ വരെ മാത്രമാണ് സമയമുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ
ഇനി ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, റെയിൽവേ എക്സാംസ് ഇപ്പോൾ വരുമോ അല്ലെങ്കിൽ അടുത്ത മാസം വരുമോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഡു ഇറ്റ് നൗ ഓർ നെവർ എന്നാണ് ഞാൻ ഈ സ്ലൈഡ് തുടങ്ങിയ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്കൊരു സർക്കാർ ജോലി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വളരെ സിൻസിയർ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് റെയിൽവേയിലൂടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന ഉടനെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിക്കുക. അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആളുകളെ ഗവൺമെന്റ് സെക്ടറിൽ എത്തിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എൻട്രി ആപ്പിനെ ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. എനിവേ വട്ടെവർ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഡു ഇറ്റ് നൗ ഓർ നെവർ ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.